സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസുകൾ മുടങ്ങി. കോടികളുടെ കുടിശ്ശിക ആയതോടെ കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിയതാണ് രോഗികൾ വലയാൻ കാരണം. 5 കോടിയിലധികം രൂപയാണ് വിതരണ കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ളത്. ആയിരക്കണക്കിന് രോഗികളാണ് സർക്കാർ ആതുരാലയങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ മരുന്നും സംവിധാനങ്ങളുമില്ലാതെ തിരിച്ചു പോകേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ. ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗികളുടെ അവസ്ഥയാണ് കൂടുതൽ കഷ്ടം. സർക്കാരിന്റെ സൗജന്യ മരുന്ന് വിതരണം നിലച്ചിട്ട് 1.5 മാസമായി. ഒരു ദിവസം 3-4 ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ അവസ്ഥ പരിതാപകരം. 3 ഡയാലിസിസ് ചെയ്യുന്നതിന് 2000 രൂപ വരെയാണ് ചെലവ്. പലരും കടം വാങ്ങിയാണ് ആദ്യഘട്ടത്തിൽ ചികിത്സ നടത്തിയത്. ദിവസങ്ങൾ കഴിഞ്ഞതോടെ അതിന് സാധിക്കാത്ത അവസ്ഥയിലാണ് രോഗികൾ. മരുന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല ഇതുവരെ. വലിയ ദുരിതമാണല്ലേ? വെളിയിൽ നമ്മളിപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഡെയിലി 3 ഡയാലിസിസ് ഉള്ളിടത്ത് 3 ഇടാനുള്ള ദേഹത്ത് അതുപോലെ നീരുണ്ട്, യൂറിൻ പോണില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കിപ്പോ ആരെങ്കിലും നമുക്കിപ്പം ട്രാൻസ്പ്ലാന്റിങ് പറഞ്ഞേക്കുകയാണ്. ഡോക്ടർ എഴുതി തരുകയും ചെയ്തായിരുന്നു. സർക്കാരിന്റെ കനിവ് കാത്തു കഴിയുകയാണ് പലരും. മരുന്നു കിട്ടാതെ ചികിത്സ എടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല ഇവർക്ക്. ഡയാലിസിസിനുള്ള മരുന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണം ചെയ്തിരുന്ന ബാക്സ്റ്റർ കമ്പനിക്ക് സർക്കാർ നൽകാനുള്ളത് 5 കോടി രൂപയാണ്. ഇതിൽ 1 കോടി 10 ലക്ഷം 2 കൊല്ലമായി കുടിശ്ശികയായിട്ട്. 4 കോടി രൂപയുടെ കുടിശ്ശിക 4 മാസമായി. നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയാണ് വൃക്കരോഗികൾക്കുള്ള സൗജന്യ മരുന്ന് നൽകിയിരുന്നത്. കുടിശ്ശിക ലഭിക്കാതെ എങ്ങനെ മരുന്ന് നൽകാൻ കഴിയുമെന്നാണ് വിതരണ കമ്പനി ചോദിക്കുന്നത്. നിരവധി തവണ അധികൃതരെ കണ്ടപ്പോഴും ഉടൻ തരാം എന്ന് മാത്രമാണ് ഉത്തരം. സാധാരണക്കാരുടെ ജീവനെ കരുതി ഇനിയെങ്കിലും സർക്കാർ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.